യുദ്ധം ഒരു പ്രശ്നമല്ല. യുദ്ധം ശരിക്കും ഒരു പ്രശ്നമില്ലേ? യുദ്ധം ശരിക്കും ഒരു പ്രശ്നമില്ലേ? യഥാർത്ഥത്തിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമേ അല്ല എന്ന് പറയാനുള്ള കാരണം, യുദ്ധത്തെക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ട്. യുദ്ധത്തെക്കാൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല. ട്രംപ് പറയുന്നത് ഇറാന് മനസ്സിലാകുന്നില്ല, ഇറാൻ പറയുന്നത് നെതന്യാഹുവിന് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ലോകത്ത് ഒരു നേതാവ് പറയുന്നത് അനുയായിക്ക് മനസ്സിലാകുന്നില്ല, അനുയായികൾ പറയുന്നത് നേതാവിന് മനസ്സിലാകുന്നില്ല, മക്കൾ പറയുന്നത് പിതാവിന് മനസ്സിലാകുന്നില്ല, പിതാവ് പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകുന്നില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നത് യുദ്ധത്തെക്കാളും ഇതന്നെയാണ്. യുദ്ധം ശരിക്ക് ഉണ്ടാകാനുള്ള കാരണവും ചിലപ്പോൾ ഇതന്നെയായിരിക്കും. യുദ്ധം ഉണ്ടാകാനുള്ള കാരണം ചിലപ്പോൾ ഈ പറഞ്ഞാൽ മനസ്സിലാകാത്തതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ പലർക്കും നമ്മൾ പറയുന്ന ആശയങ്ങൾ പോലും മനസ്സിലാകാതെയാണ് പലരും നമ്മളെ എതിർക്കാനും പിടിക്കാനും ഒക്കെ വരുന്നത്. ഈ പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരു ചെറിയ കഥ പറയാം. എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ എൻ്റെ തറവാട്ടിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പൊ അന്ന് ഈ നമ്മുടെ പത്തായത്തില് അരികൾ സൂക്ഷിക്കുന്ന കാലം. അപ്പൊ ഈ എലിശല്യങ്ങളുണ്ടാവും. അപ്പൊ അന്ന് അദ്ദേഹത്തെ ഗൃഹനാഥൻ അവിടെ എന്ത് എലി വിഷം ചേർത്ത് വെച്ച് ഈ തവിട് അടിയന്റെ കുത്തിയ തവിട് കിട്ടുമല്ലോ, ആ തവിടില് എലി വിഷം ചേർത്ത് വെച്ചു എലികൾക്ക്. അപ്പൊ അവിടെ ഒരു പെണ്ണുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒരു ഗ്രാൻഡ് മദറിന്റെ ജ്യേഷ്ഠത്തിയൊക്കെ ആയിട്ട് വരും, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത്. അപ്പൊ ആ സമയത്ത് ആ പെണ്ണ് ഈ തവിട് വളരെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ആ തവിട് കട്ട് തിന്നുകളയും. അപ്പൊ അങ്ങനെ ഈ എലിവിഷമുള്ള തവിടാണ് ഒരിക്കൽ കഴിച്ചു വല്ലാതെ ഛർദിയായി, അങ്ങനെ വയറിളക്കായി വല്ലാത്തൊരു അവസ്ഥയിലായപ്പോഴാണ് ബ്രിട്ടീഷുകാരെ ഒരു കപ്പല് കിൽത്താനിലെത്തുന്നത്. അന്ന് ഹോസ്പിറ്റലൊന്നും ഇല്ലല്ലോ, നാട്ടുവൈദ്യങ്ങളും മറ്റുമല്ല. അപ്പൊ ഇവർ ബ്രിട്ടീഷുകാർ ഇവർ വന്നപ്പോ അവിടുത്തെ ഒരു പ്രായമുള്ള ആള് പറഞ്ഞ്, നമ്മൾ 8 വരിക്കുന്ന ഈ തോണിയിൽ വലിച്ചുകൊണ്ട് കപ്പലിന്റെ അടുത്ത് അവിടെ ഡോക്ടർമാരുണ്ട്, നേവിക്കാരും ആൾക്കാരൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവർ കൊണ്ടുപോയി പെണ്ണിന്. അപ്പൊ പെണ്ണിനെ കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, ഈ പെണ്ണിന് മോര് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ മോര് കുട്ടിയാന്ന് വെച്ചു. മോര് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇവിടുന്ന് പോയ നാട്ടുകാർക്ക് മനസ്സിലായത് 100 എന്നാണ്. നമ്മളെ ചുണ്ണാമ്പ് തേച്ച് മുറുക്കാൻ ഉപയോഗിക്കുന്ന 100 ചുണ്ണാമ്പാണ്. അവര് വന്നിട്ട് ഈ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് നല്ലപോലെ 100 കരക്കി ഈ പെണ്ണിനെ ഊട്ടി. അതോടുകൂടി പെണ്ണ് ഔട്ടായി പോയി, മരിച്ചുപോയി, മരണപ്പെട്ടു പോയി. അപ്പൊ അവിടെ പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു പ്രശ്നമാണ്. എന്നാൽ ഞങ്ങൾക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതിനേക്കാണല്ലോ ഇവർ 100 ഊട്ടിയത്. അതേപോലത്തെ ഒരു വലിയ പ്രശ്നമാണ് ലോകത്തിപ്പോ സംഭവിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതായത് പറഞ്ഞാൽ ആൾക്ക് എന്താണെന്ന് മനസ്സിലാകാനുള്ള സമയമില്ലാത്തതാണ്. ആ സമയമില്ലാത്ത ഒരു പ്രശ്നമാണ്. ആൾക്കാരെ ഉൾക്കൊള്ളാനും പ്രശ്നമാണ്. പലരെയും ഉൾക്കൊള്ളാൻ ഉള്ള ഒരു മനസ്സ് നമ്മുടെ ഇടയിൽ കൂടുതലില്ല. ഒരാളെ കഴിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ഇതൊക്കെ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സമൂഹമല്ല എന്നുള്ളത്. അതാണ് ട്രംപ് മനസ്സിലാക്കുന്നതാണ് ഉൾക്കൊള്ളാൻ. ഇവരൊക്കെ ചെറിയ രാഷ്ട്രക്കാരാണ്. ഇവരെ എങ്ങനെയാണ് ന്യൂക്ലിയർ ഒക്കെ ഉണ്ടാക്കി ഇവിടെ വിലസുക, ഞാൻ ഇവിടെ ലോക പട്ടാളക്കാരൻ എന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്ത് ഏതായാലും മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ അവൻ ജൂതനായിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഏതാനും ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങളുള്ള നിറയെ ചിന്തകളും മറ്റേ സ്വപ്ന കൂടാരങ്ങളും ഉള്ള ആളുകളാണ് ഇങ്ങനെ മരിച്ചു വീഴുന്നത്. അതൊക്കെ ഈ യുദ്ധം എങ്ങനെ നടക്കുമ്പോഴും അതൊരു വേദന തന്നെയാണ്. പിന്നെ ഈ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ നമ്മളെ ലക്ഷദ്വീപുകളെ എങ്ങനെ ബാധിക്കുമെന്നാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. ലക്ഷദ്വീപിൽ മാത്രമല്ല, നമ്മൾ ലോകത്ത് തന്നെ എല്ലാവർക്കും ബാധിക്കുന്നില്ല. ലോകത്തിപ്പോ 3 രാഷ്ട്രമാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും ലോകത്തുള്ള എല്ലാവർക്കും അത് ബാധകം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ഒരു സമാധാനമുള്ള സ്ഥലമാണ്. നല്ല പീസ്ഫുൾ ഏരിയയാണ് നമ്മളെ ഇത്. പക്ഷെ ഈ യുദ്ധവും അതിന് ബാധിക്കും എന്നാണ് തോന്നുന്നത്. കാരണം യുദ്ധം ബാധിക്കണം. ഈ പാചകവാതകത്തിന്റെ ഒരു വിഷയം വല്ലാതെ ഇവിടെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതൊരു വല്ലാത്ത പ്രശ്നമായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ലക്ഷദ്വീപിലെ പാചക ഗ്യാസിന്റെ ഇപ്പൊ എല്ലാ സ്ഥലത്തും, അതായത് ഇന്ത്യയിൽ തന്നെ പല മറ്റേ നമ്മളെ ബോംബെയില്, അതേപോലെ തന്നെ ബാംഗ്ലൂരില്, ഇപ്പൊ കേരളത്തിൽ തന്നെ പല ഹോട്ടലുകൾക്ക് അടിച്ചെന്നാ പറയുന്നത്. പക്ഷേ പാചകവാതകം എന്ന് പറയുമ്പോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വിറകുകൾ കിട്ടുന്ന സ്ഥലമാണ്. ഇപ്പോഴും ഗ്യാസ് ഉപയോഗിക്കാത്ത ഒരുപാട് വീടുകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ചിലപ്പോ പാചകവാതകത്തില് ദ്വീപിലുള്ള ആളുകൾക്ക് അത്ര ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. എന്നാലും ഈ പുതിയ കാലഘട്ടത്തിൽ അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇപ്പോ അതൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണൂല.
പിന്നെ ഇപ്പൊ ഉള്ളത് വാഹനത്തിന്റെ ഒരു ഇതാണ്. വാഹന പെട്രോള്, പെട്രോൾ, അതെ. ഉൽപ്പന്നങ്ങൾ, ഡീസൽ. ഡീസൽ എന്ന് പറയുമ്പോൾ അതൊരു വിഷയം തന്നെയാണ്. ഉം. അതാണ് എനിക്ക് തോന്നുന്നത്. ഉം. ഈ ഡീസൽ എന്ന് പറയുന്നതും അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഉം. ആളുകൾക്ക് ഇപ്പോഴും എന്താണ് പെട്രോൾ എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഓടിക്കുന്ന ഇതിലാണ്. അതെ. പക്ഷെ ഈ ഡീസലും അതേപോലെ തന്നെയല്ലേ. കാരണം തീർച്ചയായും. ഡീസൽ ഇല്ലെങ്കിൽ ഇവിടെ ഇരുട്ടിലായി പോകും. ഉം. കാരണം എന്താ, ഉം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വിദ്യുത് ശക്തി ഉം. ഉപയോഗിക്കുന്നത് എന്തിലാണ്? വെള്ളത്തില്. വെള്ളത്തിലും. ആ, ഇത് മറ്റൊരു- ഇവിടെ ഫുള്ള് ഉപയോഗിക്കുന്നത് ജനറേറ്റർ വെച്ചിട്ടാണ്. ഡീസലാണല്ലോ. ഡീസൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഇവിടെ നാട് ലക്ഷദ്വീപ് മൊത്തം ഇരുട്ടായി പോകില്ലേ? ഇരുട്ടിലായിപ്പോവും. അതാണ് ഏറ്റവും ഈ വാഹനം ഉപയോഗിക്കുന്നതിനേക്കാളും. വാഹനം എന്ന് പറയുമ്പോൾ അത്ര വലിയ നഗരം എന്നല്ല, എവിടെ നമുക്ക് അതെ അതെ സഞ്ചരിച്ചെത്താനും. അത് വാഹനത്തിന് വലിയ പ്രശ്നം അല്ലെങ്കിലും അത് നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ തന്നെ അതിനു വേണ്ടിയുള്ള മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. പക്ഷെ കരണ്ട് പോവുക എന്നുള്ളത് ഒരു വലിയ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു സൈക്കിൾ ഓടാനും നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടിയത് ഒരു 8 കിലോമീറ്റർ, 7 കിലോമീറ്റർ ഒക്കെയാണ് വലിയ ദ്വീപുകളൊക്കെ ഉള്ളത്. അതെ. അപ്പൊ കുറച്ച് സ്ഥലങ്ങൾ പിന്നെയും ബാക്കിയുണ്ട്. ആളുകൾ താമസിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ചെറിയ സ്ഥലത്ത് നമുക്ക് നടന്നു പോകാൻ ഉള്ള ഒരു ദൂരം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഓർമ്മ വരികയാണ്. നമ്മുടെ ഇവിടുത്തെ സർക്കാർ ഏതൊരു ആഴ്ച, ബുധനാഴ്ച, ഒരു ബുധനാഴ്ച നോ വെഹിക്കിൾ നോ വെഹിക്കിൾ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ചിലപ്പോ അതൊക്കെ കണ്ടിട്ടായിരിക്കാം. അപ്പൊ അതൊക്കെ പക്ഷെ കോടതി സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ആശയമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി പറഞ്ഞിട്ടുണ്ട്. അത് നല്ല ആശയമാണ്. നല്ല ആശയം. ബുധനാഴ്ച മാത്രം ആക്കുന്ന എന്തിനാ എന്നാണ് ചോദിച്ചത്. കോടതി കണ്ടെത്തിയ എന്താണ് അതിന് അതായത് പോസിറ്റീവായിട്ടുള്ള ചെറിയൊരു പ്രദേശം ഈ മറ്റേ അന്തരീക്ഷത്തിലുള്ള മലിനീകരണം അതൊക്കെ ശുദ്ധിയാക്കാൻ ഇവിടെ ഒരു കൊച്ചു തുരുത്ത് വളരെ മനോഹരമായ ആരോഗ്യപരമായ ഇതൊക്കെയാണ് അവർ കാണുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും അതൊരു പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ഒരു വെപ്രാളത്തിലാണ് ഇപ്പോഴും ഉള്ളത്. ജനങ്ങൾക്ക് ഒരു സമാധാനമില്ല. പ്രത്യേകിച്ച് ദ്വീപിലെ ജനങ്ങൾക്ക് ഒരിക്കലും എന്തില്ല, അവർക്ക് സമാധാനം കിട്ടുന്നില്ല. അത് ശീലമായതുകൊണ്ടായിരിക്കും. ഈ വാഹനം ഓടിച്ചോടിച്ച് ശീലമായ പെട്ടെന്ന് അത് വേറൊരു ഇതിലേക്ക് മാറുമ്പോൾ ഉള്ള വെപ്രാളായിരിക്കാം. ജീവിത ശൈലി കൊണ്ടാണ് പലപ്പോഴും ഗവൺമെന്റിനെ ഒക്കെ കുറ്റപ്പെടുത്തിയും അല്ലെങ്കിൽ എന്തോ ഒരു പ്രയാസം അവർ അനുഭവിക്കുന്ന പോലെ എപ്പോഴും എല്ലാവരും വർത്തമാനങ്ങളിലും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് അവരുടെ ജീവിതശൈലി കൊണ്ടാണ്. ജീവിതശൈലി മാറാതെ ഉന്നതമായ ചിന്തകൾ കൊണ്ടുവരാതെ ഇവിടെ ഒരു സമാധാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതെ അല്ലേ? ഏതായാലും യുദ്ധം ഒരു പ്രശ്നം തന്നെയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഇതാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഒന്നിനും പരിഹാരമല്ല. തീർച്ചയായിട്ടും അതാണ് അതിന്റെ. ഇവിടെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയവരൊന്നും ശാശ്വതമായിട്ട് അവർ ജീവിക്കുന്നില്ല. അവർ കെട്ടിപ്പടുത്ത രാഷ്ട്രങ്ങൾ പലതും നശിച്ച് ആറാണക്കല്ലായി പോയിട്ടുണ്ട്. അപ്പൊ അത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. പിന്നെ ചിലപ്പോൾ ചില ബിസിനസ് മൈൻഡ് ഒക്കെ ഉണ്ടാവും. അവർക്ക് ആയുധങ്ങൾ വിൽക്കുക, കൊടുക്കലും വാങ്ങലും അതൊക്കെ തന്നെയല്ലേ. എന്തും കണ്ണായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിൽ യുദ്ധവും ഒരു കച്ചവട കണ്ണായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇവിടെ മാനുഷിക മൂല്യം എന്താണെന്നോ മനുഷ്യന്റെ വില എന്താണെന്നോ അത് ആരും മനസ്സിലാക്കുന്നില്ല. ഏതായാലും യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നുള്ള ഇതാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും. മാത്രമല്ല ഒരുപാട് ചിന്തകന്മാരും വലിയ പലരും വധിക്കപ്പെട്ടു പോയി. അവരെ കുറിച്ചൊക്കെ അവരെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ സമൂഹത്തിന് വളരെ വേണ്ടപ്പെട്ട അക്കാഡമിക് യോഗ്യതയുള്ള വളരെ ചിന്തകന്മാരായിരിക്കുന്ന വളരെ കഴിവുറ്റ ആളുകളാണ് നിമിഷ നേരം കൊണ്ട് അവരില്ലാതാകുന്നു. അപ്പൊ അത് ഒരു വലിയ നഷ്ടം തന്നെയാണ് ലോകത്തിന് സംഭവിക്കുന്നത്. അവരുടെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ അബ്ദുൽ കലാം, അതായത് APJ പോലെയുള്ള എത്രയോ ആളുകളാണല്ലോ ഈ മിസൈലും മറ്റുമൊക്കെ കണ്ടുപിടിക്കുന്ന ആളുകളൊക്കെ ബുദ്ധിജീവികളല്ലേ. അവരൊക്കെ ഈ പറയപ്പെട്ട ഈ യുദ്ധം കാരണം നശിച്ചു പോവാണ്. നിമിഷ നേരം കൊണ്ട് അവരില്ലാണ്ടാവുകയാണ്. അവരില്ലാണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ചിന്തയും ആയം ഇല്ലാത്ത ഒരു അറിവുമാണ് നഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ടൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഏതായാലും അള്ളാഹുവിനോടുള്ള പൂർണ്ണമായ ഭക്തിയും പ്രാർത്ഥനയും കൊണ്ടെങ്കിലും നമുക്ക് പ്രാർത്ഥനയാണല്ലോ ഏറ്റവും വലിയ ശക്തി. ലോകത്ത് പലതും കാണാം, പക്ഷേ പ്രാർത്ഥനയെക്കാളും ശക്തമായ ഒരു സാധനവും ഇല്ല. പ്രാർത്ഥന കൊണ്ട് കാലങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊക്കെ ആത്മാർത്ഥമായിട്ട് മനുഷ്യരാശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. ഏതായാലും ഈ പവിത്രമായ ഈ മാസം അതിനുവേണ്ടി നമ്മൾ ഒറ്റക്കും കൂട്ടമായിട്ടും ഒക്കെ അതിനുവേണ്ടി ശ്രമിക്കാനാണ് നമുക്ക് താല്പര്യവും. അതാണ് നമ്മൾ ചെയ്യേണ്ടതും. അല്ലാതെ ഈ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല ആ കാര്യത്തിൽ. ഏതായാലും ഒരു ലോകം എത്രയും പെട്ടെന്ന് ഒരു ശാന്തി സമാധാനത്തിലേക്ക് എത്തട്ടെ എന്നാണ് നമ്മൾ. ഏതായാലും നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതല്ലാതെ വേറൊരു മാർഗവും ഇല്ല. തീർച്ചയായിട്ടും. ഓക്കെ. ഇൻഷാ അല്ലാഹ്.